friends, welcome to Ammu's world. Okay. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. നമ്മുടെ മേക്കപ്പ് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫുൾ ഡേ നമുക്ക് നിർത്താമെന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നമ്മുടെ ടീ സോണൊക്കെ പെട്ടെന്ന് ഓയിലി ആവും. അതുപോലെ ബാക്കിയുള്ള സ്കിൻ ഡ്രൈയും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്കിന്നൊക്കെ ഉള്ളവർക്കും അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കും പെട്ടെന്ന് നമ്മുടെ മേക്കപ്പ് ഓയിലി ആയിട്ട് ഫെയ്ഡ് ചെയ്യാനൊക്കെ ഉള്ള നല്ല ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് എന്ന് സംഭവിക്കുന്നതുമാണ്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്, നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ. സോ ഹോപ്പ് യു ഓൾ ലൈക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീൻ ഫേസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഫേസ് ഞാൻ ക്ലീൻ ചെയ്ത് അതായത് രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് ടോണർ ഇട്ടിട്ട് മോയ്സ്ചറൈസും ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷിംഗ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും അത്രയും ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന മേക്കപ്പ് സ്പോഞ്ചസ് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ആമസോണിലായാലും അല്ലാതെ നമ്മൾ ഷോപ്സിൽ നിന്ന് മേടിക്കാനാണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മേക്കപ്പ് സ്പോഞ്ചസ് ആണ്. ഈ സ്പോഞ്ചസിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഒരു കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഓയിലി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിപ്പം ഐസ് ക്യൂബ് ഡയറക്റ്റായിട്ട് ഫേസിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ട് നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്പോഞ്ച് നനച്ചിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഐസ് പോലെയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫേസ് ഫസ്റ്റ് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ കുറേ നേരത്തേന് കൺട്രോൾ ചെയ്യാനായിട്ട് അത് നമുക്ക് സഹായിക്കും. അതൊരു ഭയങ്കര നല്ലൊരു ടിപ്പാണ്. ഈ സ്പോഞ്ചസ് ജസ്റ്റ് ഐസ് പോലെ ആക്കിയിട്ട് ഫസ്റ്റ് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് സ്കിന്നിലൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പയറിങ് മൈ സ്കിൻ വിത്ത് ദിസ് ഐസ് സ്പോഞ്ച്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എനിക്ക് തരാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസ് മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് ഫേസ് പൗഡറാണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് പൗഡർ നിങ്ങളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു ലൈറ്റ് ലെയറായിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അതായത് ഇത് കേട്ടിട്ടാൻ പേടിക്കേണ്ട, അതായത് പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതെന്നൊന്നും. ജസ്റ്റ് ഒരു ലൈറ്റ് ലെയർ മതി. ഇതെന്ന് പറയുമ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഉടനെ നമ്മുടെ മുഖത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു നനവോ അല്ലെങ്കിൽ ആ ഒരു എക്സസ് ഓയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈറ്റ് ലെയർ ഓഫ് പൗഡർ അത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനായിട്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ തന്നെ ഈ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിലെ ഡിഫറൻസ് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു എക്സസ് ഓയിലിനെസ് ഉണ്ടായിരുന്നതെല്ലാം ആ പൗഡർ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇനി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ഫിനിഷ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇതേ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത്. സ്പോഞ്ച് വെച്ച് മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ആവുന്നില്ല. കുറച്ച് പ്രോഡക്റ്റ് ഈ സ്പോഞ്ച് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കേക്കി ഫിനിഷിന് പകരമായിട്ട് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനായിട്ട് ഈ സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഞാനിവിടെ മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറ്റായിട്ടുള്ളൊരു സ്പോഞ്ചാണ്. ആദ്യത്തെ നമ്മൾ ഐസായിട്ടുള്ള സ്പോഞ്ചല്ല, ജസ്റ്റ് ഈ സ്പോഞ്ച് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളയുക. അപ്പോൾ ഒരു ചെറിയൊരു നനവുള്ളൊരു ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്, ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ ഏതായാലും നമുക്ക് ബേസ് പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും അതൊരു വെറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫിനിഷും നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഫിനിഷും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ വെറ്റ് സ്പോഞ്ച് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് നമുക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു ഒരു സ്മഡ്ജ്ഡ് എഫക്റ്റ് കിട്ടാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏത് ബേസ് മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ വെറ്റ് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത്. ഒരുപാട് പ്രോഡക്റ്റ് വാരി തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഓയിലി ആവുകയും ചെയ്യും. അതുപോലെ ഒരു നല്ല ഫിനിഷ് നമുക്കൊരു കിട്ടുകയില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, എന്നിട്ട് അത് ഡോട്ടായിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ട് അത് നന്നായിട്ട് ഡാബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ ഓവറായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഫേസിന് ഓയിലിനെസ് തോന്നും. സോ കുറച്ച് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് നന്നായിട്ട് അമർത്തി സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്തിട്ട് മാത്രം അത് പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക.
പിന്നെ തേർഡ് തിങ് ഞാൻ ഈ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് തന്നെ ഇത് ഫേസ് സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് കോമ്പാക്റ്റ് പൗഡറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം എപ്പോഴും ലൂസ് പൗഡർ, നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡറല്ലേ, ഏത് പൗഡർ ആയാലും മതി, അത് വെച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ ഞാൻ അങ്ങനെ കോമ്പാക്റ്റ് പൗഡർ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഏത് പൗഡറാണോ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഹിമാലയയുടെ ബേബി പൗഡറാണ്. ഇപ്പോൾ അതാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സോ അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് സെറ്റ് ചെയ്യുന്ന രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു വെറ്റ് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്തിട്ട് ഫേസ് സെറ്റ് ചെയ്ത് നമുക്ക് ധൃതി ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അതായത് കുറച്ച് നനവുള്ളപ്പോൾ പെട്ടെന്ന് ആ പൗഡർ അങ്ങ് സെറ്റായി കിട്ടും. അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് സ്പഞ്ച് എടുക്കുക, കുറച്ച് എക്സ്ട്രാ പൗഡർ നമ്മുടെ ഓയിലി ആവുന്ന ഏരിയാസിൽ അപ്ലൈ ചെയ്യാം. അതായത് കണ്ണിൻ്റെ താഴെ, ടീ സോണ് കൂടുതലായിട്ടും, മൂക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കൂടുതൽ സെറ്റ് ചെയ്യുന്ന ഏരിയാസ് ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ പൗഡർ വെച്ചിട്ട് ആ ഏരിയാസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബാക്കി ഫേസ് മേക്കപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കൂടുതൽ പൗഡർ എടുത്തിട്ട് ഈ ഓയിലി ആവുന്ന ഏരിയാസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ ഉടനെ തുടച്ച് കളയരുത്. ഒരു 2-3 മിനിറ്റ് അതൊന്ന് സെറ്റ് ആകാനുള്ള സമയം അതിന് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് ബാക്കി നമ്മുടെ ഫേസ് മേക്കപ്പ് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഐബ്രോസ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഐ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാത്രം ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് മാറ്റിയിട്ട് ബാക്കി ഫേസ് മേക്കപ്പ് ഫുള്ള് ചെയ്യാം. ആ സമയം കൊണ്ട് ഈ പൗഡർ നന്നായിട്ട് സെറ്റായി കിട്ടുകയും ചെയ്യും. കുറേ സമയം നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനെൻ്റെ ബാക്കി ഫേസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മറ്റേ പൗഡർ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നുള്ള പൗഡർ ഞാൻ തുടച്ച് മാറ്റിയിട്ടില്ല. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ബാക്കി ഫേസ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബാക്കി ഫേസ് മേക്കപ്പ് ചെയ്ത് തീരുന്ന സമയം കൊണ്ട് ഈ പൗഡർ നന്നായിട്ട് സെറ്റായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൗഡർ റിമൂവ് ചെയ്യാം. സോ ഈ ടിപ്സ് നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു എഫക്റ്റ് കിട്ടും. ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ മേക്കപ്പ് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻസിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. Thank you for watching this video, and please click on the like button, and also to join this family please click on the subscribe button. Bye.